തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സെബാസ്റ്റിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ തീരുമാനം. 5 ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. മേഖലയിലെ കനത്ത മഴയെ തുടർന്ന് സെബാസ്റ്റിന്റെ സംസ്കാരം നാളത്തേക്ക് മാറ്റി. ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബില്ലിൽ അത്യന്തം ദാരുണമായൊരു മരണമായിരുന്നു സെബാസ്റ്റ്യന്റേത്. ഇന്നലെയാണ് മരണം സംഭവിക്കുന്നത്. നേരത്തെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കാട്ടിലേക്ക് പോയി അവിടെ നിന്നും വനവിഭവങ്ങൾ ശേഖരിച്ച് മടങ്ങി വരുന്നത് വഴി ആതിരപ്പള്ളിയിലെ അടിച്ചിൽ ഉന്നതിക്ക് സമീപത്ത് വെച്ചാണ് ആന ആക്രമിക്കുന്നത്. രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സെബാസ്റ്റ്യൻ വനത്തിൽ പോയത്. ഇവർ തിരികെ എത്തുമ്പോൾ ആന ഈ പ്രദേശത്തെ ഒരു കാപ്പിത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ആനയെ തുരത്തിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർ 3 പേരും ആനയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പെട്ടെന്ന് പ്രകോപിതനായ ആന സെബാസ്റ്റ്യന് നേരെ പാഞ്ഞടുക്കുകയും തുമ്പിക്കൈയിൽ ചുഴറ്റി സെബാസ്റ്റ്യനെ നിലത്തടിക്ക് പിന്നീട് ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. അത്യന്തം ദാരുണമായ ഒരു സംഭവത്തിന് ശേഷം ഏറെ വൈകിയാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റാൻ സാധിച്ചത്. വനമേഖലയായതുകൊണ്ട് തന്നെ പോലീസും മറ്റും എത്തുന്നതിനുള്ള താമസമുണ്ടായി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് മൃതദേഹം സംസ്കരിക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ അതിരപ്പള്ളി മലക്കപ്പാറ മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാരം നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് കുടുംബത്തിന് ഒരു നേരിയ ആശ്വാസം നൽകുന്ന ഒരു വിവരം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ കൈമാറുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ മൊത്തത്തിലുള്ള നഷ്ടപരിഹാരമുണ്ട്. തുടർന്നുള്ള തുക പിന്നീട് നൽകുമെന്നും കളക്ടർ അതിന്റെ ആദ്യ ഗഡു എന്ന നിലയിലാണ് അടിയന്തര ധനസഹായം, ആശ്വാസധനം എന്ന വിധത്തിൽ തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സെബാസ്റ്റിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.